ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുറച്ച് അമ്പഴങ്ങ എടുത്ത് അച്ചാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമ്പഴങ്ങയെന്ന് ഞാനിത് ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 1.5 സ്പൂണ് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഉലുവ, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 തണ്ട് കരിയാപ്പില. നമുക്കൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കടുക് ഇടുക, പിന്നെ ഈ ഉലുവായും കൂടെ ഇടുക. ഇട്ടിട്ട് നമുക്കൊന്ന് വെച്ച് ഇത് വറുത്തെടുക്കാം. ഇത് വറുത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആറിയിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. വന്നിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടുക. കടുക് പൊട്ടി നമ്മൾ വെളുത്തുള്ളി ഇടുവാണ്. ആ കൂട്ടത്തിൽ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്. അച്ചാറിന് നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നല്ലെണ്ണയാണ് നല്ലത്, ഒത്തിരി നാൾ വെച്ചേക്കാൻ. ഇത് നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ എടുത്തതേ ഉള്ളൂ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 2 തണ്ട് കരിയാപ്പില. ഇത് മൂത്തിട്ടുണ്ട്. ഗ്യാസ് സിമ്മിൽ വെക്കണേ. 2 സ്പൂൺ മുളക് പൊടി, കുറച്ചുകൂടെ ഇടാം. കുറച്ച് കായപ്പൊടി, ലേശം മഞ്ഞൾ, നമ്മൾ പൊടിച്ചുകൊണ്ട് വന്ന ഈ കടുകും ഉലുവായും വറുത്ത് പൊടിച്ചത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുവാണ്. ഈ അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അമ്പഴങ്ങ അരിഞ്ഞു വെച്ചത് ഇടാം. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊക്കെ കൂട്ടാൻ നല്ല രുചിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.